ഹലോ ഗൈസ്, നമുക്കിന്ന് ക്യാമൽ മീറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് വെള്ളം വാർത്തെടുക്കുക. ഒരു അരിപ്പിലേക്ക് മാറ്റിയിട്ട് വെള്ളം വാർത്തെടുക്കാം. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് നമുക്ക് ഇതിൽ ക്യാമൽ മീറ്റ് ഇട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 8 വിസിലോളം അടുപ്പിക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് പെട്ടെന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊക്കെ വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 2 തക്കാളി, ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്. ഇനി നമുക്ക് മസാലപ്പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 3 ടീസ്പൂണ് ബീഫ് മസാലയും, ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്. നമുക്കത് വേവിച്ചെടുത്തത് നമുക്കിനി കറി എടുക്കുക. ഇതിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഇതൊക്കെ നല്ല രസമായിരിക്കും. നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബാക്കിയുള്ള തക്കാളിയും പച്ചമുളകും മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഇത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുക്കറിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്യാമൽ മീറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ആ വെള്ളം കളയരുത്, ആ വെള്ളത്തോട് കൂടി വേണം ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ക്യാമൽ മീറ്റ് എന്ന് പറയുന്നത് നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് ബീഫിൻ്റെ ടേസ്റ്റ് തന്നെയാണ് തോന്നുക. ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മാക്സിമം നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കണം. നമ്മളിതൊരു ഗ്രേവി പോലെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്, അധികം കറി ഇല്ലാണ്ട്. അതിനിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. മൂടി വെച്ച് നന്നായിട്ട് വേവിപ്പിക്കാം. ഇതിപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ ക്യാമൽ മീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബീഫ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതും കഴിക്കുമ്പോൾ കിട്ടുന്നത്. കണ്ടില്ല, നല്ല സോഫ്റ്റാണിത്. നമുക്കിത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അപ്പാണെങ്കിലും എല്ലാത്തിനും നമുക്കിത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം.